ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നുണ്ടായിരുന്നു. നിങ്ങളിന്ന് കണ്ട പോലെ തന്നെ ഒരു 2:30 ശേഷം മാർക്കറ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് ആകെ ഉണ്ടായിരുന്നൊരു മൂവ്മെൻറ്റ്. നമുക്കിന്ന് 2 ട്രേഡുകളാണ് കിട്ടിയത്. ഫ്രീ ഗ്രൂപ്പിൽ ഒരു ട്രേഡ്, പെയ്ഡ് ഗ്രൂപ്പിൽ സെൻസസ് നിഫ്റ്റി ആയിട്ട് അങ്ങനെ ഒരു 4 ട്രേഡ് വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ബേസിക്കലി ഒരു ട്രേഡാണ് എല്ലാവരും എടുക്കുള്ളൂ. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് ഒറ്റ ട്രേഡ് നിഫ്റ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ പെയ്ഡ് ഗ്രൂപ്പിൽ സെൻസസ്, നിഫ്റ്റി ഈ 2 സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ 2 സെഗ്മെൻറ്റിലും ട്രേഡ് രണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. അങ്ങനെ 4 ട്രേഡ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഫ്രീയിൽ കിട്ടിയ ട്രേഡ് SL ആണ്, പെയ്ഡിൽ കിട്ടിയ ട്രേഡും SL ആണ്. പിന്നെ സെൻസസ് ഉണ്ടായിരുന്നു. സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എക്സിറ്റ് അടിച്ച് പോകാൻ പറ്റും. കോസ്റ്റ് എക്സിറ്റ് അടിച്ച് പോകാൻ പറ്റും. ചെറിയൊരു 10 പോയിൻറ്റ് 12 പോയിൻറ്റ് SL നിങ്ങൾക്ക് അവിടെയും ഇറങ്ങാൻ പറ്റും. അതാണ് സെൻസസിൻ്റെ കാര്യം. നിഫ്റ്റിയിൽ കറക്റ്റായിട്ട് SL അടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് അത്രയാണ് പറയാനുള്ളത്. ടോട്ടൽ സ്റ്റോറി ഇതാണ്. എല്ലാ ദിവസവും പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് ഇരിക്കാൻ പറ്റില്ല ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. അത് ഫസ്റ്റ് മനസ്സിലാക്കുക. 81,000 സെൻസസ് ആണത്. ഫസ്റ്റ് എടുത്ത ട്രേഡ് ഇതാണ്. അതൊരു 10 മിനിറ്റിൽ കറക്റ്റ് നമുക്ക് ഇറങ്ങാൻ പറ്റും. അത് കറക്റ്റ് ഇറങ്ങണവർക്ക് വലിയ സീനില്ല. പിന്നെ ഒരു റീ എൻട്രി ഉണ്ട്. ഈ റീ എൻട്രി കുറേ നേരം തന്നിട്ടുണ്ട്. അതൊരു 1:1 വന്നിട്ടുമുണ്ട്. പക്ഷെ അതെടുത്തില്ലെങ്കിൽ സീനൊന്നുമില്ല. പിന്നെ ഇത് റീ എൻട്രി ആയിട്ട് കൂട്ടാൻ പറ്റില്ല. പിന്നെ ഇത് റീ എൻട്രി ആയിട്ട് കൂട്ടാൻ പറ്റില്ല. ഇവിടെ ഒരു എൻട്രി ഉണ്ട് 450. ഈ ലെവലൊക്കെ കൊടുത്തിട്ടുള്ള തന്നെയാണ്. 450 551 വരെ പോയിട്ടുണ്ട്. ഒരു 70 പോയിൻറ്റ് ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ആ എൻട്രിയൊക്കെ വരുന്നത്. ഞാൻ പറഞ്ഞു 2.5 കഴിഞ്ഞിട്ടാണ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലുള്ള എൻട്രികളാണ് അതൊക്കെ. പിന്നെ നമുക്ക് നിഫ്റ്റി ഉണ്ടായിരുന്നു. നിഫ്റ്റി ഫസ്റ്റ് ട്രേഡ് SL ആണ്. ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് റെഡ് ക്യാനിൽ വന്നില്ല. അപ്പോൾ അത് മിസ്സാണ്. പിന്നെ റീ എൻട്രിയാണ് SL വന്നത്. പിന്നത്തെ ഒരു റീ എൻട്രി ഉണ്ടായിരുന്നു. അത് ഒരു 1:2 വന്നിട്ടുണ്ട്. പക്ഷെ അത് കുറേ നേരം നിങ്ങൾ ഹോൾഡ് ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് നടക്കില്ല. അത്രയും ഹോൾഡിങ് ഞാൻ പറയാറില്ല. അപ്പോൾ 20 പോയിൻറ്റ് നമ്മൾ കൂട്ടണ്ട. പിന്നെ ക്യാനിൽ ഇടയിൽ പോയിട്ട് തിരിച്ചറിഞ്ഞിടത്ത് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ്. 1:1 അതും വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ക്യാൻഡിൽ പിന്നെ ഇടയിൽ പോയിട്ട് ഇത്രയും സസ്റ്റെയിൻ ചെയ്യണം. ഇപ്പോൾ ഇത്ര പെട്ടെന്ന് കാറിൽ നടക്കില്ല. ഇത്തിരി നേരം സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റും. പക്ഷേ ഇത് ആക്റ്റീവ് അല്ല കേട്ടോ. റീ എൻട്രിയുടെ ആക്റ്റീവ് ആയിട്ടില്ല. പിന്നെ നമുക്കുണ്ടായിരുന്നത് 123 ഇത് ഞാൻ അവിടെയും കൊടുത്തിട്ടുള്ള ലെവലാണ്. ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും കൊടുത്തിട്ടുള്ള ലെവലാണ്. പക്ഷേ റെഡ് ക്യാനിൽ വരുന്നത് 135 ഒരു ഡിസ്കൗണ്ട് എൻട്രി എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടില്ല. നിങ്ങളൊരു 6 രൂപ വ്യത്യാസം എടുക്കണം. അങ്ങനെയാണെങ്കിലാണിത് പ്രോഫിറ്റിക്ക് പോകുള്ളൂ. 154 വരെ പോയിട്ടുണ്ട്. 129 154 വരെ പോയിട്ടുണ്ട്. വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. അത് ആ ബ്രേക്ക് ഔട്ട് ടൈമിൽ ഉണ്ടായ മൂവ്മെൻ്റാണ് അതൊക്കെ. പിന്നെ നമുക്ക് SL അടിച്ചത് 80,700 ആണ്. 80,700 സെൻസസ് ആണ്. സെൻസസിൽ 10 മിനിറ്റിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു 10 പോയിൻറ്റ് അല്ലെങ്കിൽ 15 പോയിൻ്റൊക്കെ SL നമുക്ക് കൊടുത്തിട്ട് ഇറങ്ങേണ്ട വരും. ആ ഒറ്റ ട്രേഡ് ഉണ്ടായിട്ടുള്ളൂ PEയിലേക്ക്. പിന്നെ നമുക്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നത് സൈഡ് ഡയറക്റ്റ് SL ആണത്. ചിലവർക്ക് ഈ ട്രേഡ് ഒരു 10 മിനിറ്റിൽ ചെറിയ SL ആണ്. നമുക്കവിടെ കാണാൻ പറ്റും. ചിലവർ സെല്ല് ചെയ്തേക്കണ ഏരിയ ഇതൊക്കെയാണ്. 55 ഞാൻ പറഞ്ഞ 61 മേടിക്കാൻ. അപ്പോൾ 5 പോയിൻ്റൊക്കെ SL, 5.5 പോയിൻറ്റ് 6 പോയിൻ്റൊക്കെ SL വരുള്ളൂ. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് കറക്റ്റ് SL അത് പോവും, മനസ്സിലായില്ലേ? പിന്നെ നമുക്ക് 81,100 ഉണ്ടായിരുന്നു. 81,100 പക്കയായിട്ട് ഇത് ആക്റ്റീവ് ആയിക്കണതാണ്. അടിപൊളിയായിട്ട് ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ പറ്റും. 387 485 100 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വന്നുള്ള മൂവ്മെൻറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് 24,850 ഉണ്ടായിരുന്നു. അത് നമുക്ക് റെഡ് ക്യാനിൽ വന്ന ശേഷം ഒരു ഡിസ്കൗണ്ട് എൻട്രി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് എൻട്രി ആയിട്ടുണ്ട്. ഒരു 1.5 രൂപ വ്യത്യാസം നമുക്ക് എടുക്കാൻ പറ്റും. അത് 116 വരെ പോയിട്ടുണ്ട്. അവിടെ ഒരു 20 പോയിൻറ്റ് മൂവ്മെൻ്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത്ര പെട്ടെന്ന് പറഞ്ഞു പോകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനും മാത്രമുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ SLൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ അത് റിക്കവർ ചെയ്തെടുക്കാൻ മാത്രമുള്ള ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഒരു സെറ്റപ്പ് ഒന്നും വന്നിട്ടില്ല. ആ 20 പോയിൻറ്റ് അല്ലെങ്കിൽ 100 പോയിൻറ്റ് സെൻസസിൽ എടുത്താൽ മാത്രമേ നമുക്ക് റിക്കവർ ആവുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷേ ആ ഒരു ചാൻസ് ഉള്ളൂ അവിടെ. ആ ബ്രേക്ക് ഔട്ട് നടക്കുന്നത് 2.5 കഴിഞ്ഞൊക്കെയാണ്. അപ്പോൾ ആ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിലാണ് റിക്കവറി ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പേഴ്സണലി ഞാൻ 2.5 കഴിഞ്ഞിട്ട് ഒന്നും ട്രേഡ് എടുക്കാറില്ല. എക്സ്പയറി ഡേയ്സ് ഒക്കെ ആണെങ്കിൽ നോക്കാറുണ്ട്. അല്ലാണ്ട് ഡെയിലി ഞാനാണ് നോക്കാറില്ല. എനിക്ക് റെഡാണ് P&L, മനസ്സിലായില്ലേ? എനിക്ക് 2 SL നിഫ്റ്റിയിലാണ് വന്നതാണത്.
10 പോയിന്റ് വെച്ചിട്ടാണ് SL വന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ. ബാക്കിയുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കിയിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രോഫിറ്റിക്കല്ല, ഇത് റിക്കവർ ചെയ്തിട്ട് ഇരിക്കുക എന്നുള്ള ലെവലിലേക്ക് ഇരിക്കുക. മനസ്സിലായാലേ? അപ്പോൾ അത്രയും കാര്യമാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ക്രൂഡ് ഓയിൽ കൊടുത്തിട്ടില്ലേ, ക്രൂഡ് ഓയിൽ നോക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ, വെള്ളിയാഴ്ചയാണെന്ന്. ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ മാർക്കറ്റ്. F&O സെഗ്മെൻറ്റിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ട് നിഫ്റ്റി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. നിഫ്റ്റി വീക്കിലി എക്സ്പീരി മന്ത്ലി എക്സ്പീരി ആക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അതിനോട് നിങ്ങൾക്കുള്ളൊരു എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നും നിങ്ങൾ കമൻറ്റിൽ പറയുക. വീക്കിലുള്ളത് മന്ത്ലിയാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയം കൂടും എല്ലാവർക്കും. ചെറിയ ട്രേഡേഴ്സിന് മാർക്കറ്റിൽ നിന്ന് ഔട്ടാവേണ്ടി വരും. നല്ല ക്യാപിറ്റൽ ആൾക്കാർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇതാണ് അവിടെ നടക്കാൻ പോണ കാര്യം. ലിക്വിഡിറ്റി ഒരു പ്രശ്നമായിരിക്കും പിന്നെ അങ്ങോട്ട്. പിന്നെ നമുക്ക് ട്രേഡിങ്ങിക്ക് വരാം. 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ പ്രീമിയം കുറയുക, അപ്പോൾ തിരിച്ചു വരാൻ പറ്റും. അങ്ങനത്തെ സെറ്റപ്പിലേക്കാണ് പോവുകയാണെങ്കിൽ കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അങ്ങനത്തെ ഒരു ന്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം കറക്റ്റായിട്ടുള്ള എൻട്രി സെറ്റപ്പ് പഠിക്കാൻ നോക്കുക. എവിടെ നിന്നാണ് ആരാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നല്ല എൻട്രി സെറ്റപ്പ് എന്ന് വെച്ചാൽ അത് മാക്സിമം പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കറക്റ്റാക്കി വെക്കുക. ക്യാപിറ്റൽ ഇനി കൂടുതൽ വേണം, അങ്ങനത്തെ സെറ്റപ്പൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കൂടുതൽ വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു എൻട്രി സെറ്റപ്പ് ഉണ്ടായാലാണ് നിങ്ങൾക്ക് അത്രയും ക്യാപിറ്റൽ ഇട്ടിട്ട് ഒരു ലോട്ടിങ് ലോട്ട് എടുക്കാൻ പറ്റുള്ളൂ. സീരിയസ്ലി പറയാമല്ലോ ഞാൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു സംഭവം ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം 10 പേർക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. മനസ്സിലായില്ലേ? പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. ഓക്കെ, ബൈ.